സുഹൃത്തുക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഓസ്ട്രേലിയയിലെ ബുഷ് ഫയറിനെ കുറിച്ചിട്ടാണ്. എല്ലാ വർഷവും ഓസ്ട്രേലിയയിൽ സമ്മർ കാലത്ത് കാട്ടുതീ ഭീഷണി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ വർഷം ഓസ്ട്രേലിയ നേരിട്ടത് ചരിത്രത്തിലെ തന്നെ അതിഭീകരമായ കാട്ടുതീയാണ്. ഏകദേശം 7.3 മില്യൺ ഹെക്ടറിന് മുകളിൽ കത്തിനശിച്ചു. അതായത് നമ്മുടെ കേരളവും തമിഴ്നാടും കൂടി ചേർന്ന് എത്ര ഉണ്ടാവും അത്രയും ഹെക്ടർ ഭൂമി കത്തിനശിച്ചു. ആയിരക്കണക്കിന് വീടുകൾ നശിച്ചു, കച്ചവടങ്ങൾ നശിച്ചു, ഏകദേശം 28 പേര് മരണപ്പെട്ടു. ഈ വർഷം കാട്ടുതീയിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് മൃഗങ്ങൾക്കാണ്. 1 ബില്യണിലധികം മൃഗങ്ങളെ ഇത് ബാധിച്ചു. ഏകദേശം 1 മില്യൺ കണക്കിന് മൃഗങ്ങൾ ചത്തൊടുങ്ങി. പ്രധാനപ്പെട്ട ഒരുപാട് മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥകൾക്ക് മാറ്റം സംഭവിച്ചു. വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് മൃഗങ്ങൾ. ഇതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തത് കോല എന്ന് പറഞ്ഞ ജീവിക്കാണ്. ഓസ്ട്രേലിയയിൽ മരത്തിൽ ജനിച്ച് മരത്തിൽ മരിക്കുന്ന ഒരു ജീവിയാണ് കോല. ഇവർക്ക് മറ്റു മൃഗങ്ങളെ പോലെ പെട്ടെന്ന് ഓടാൻ പറ്റില്ല. ഓസ്ട്രേലിയയിൽ കാട്ടുതീ ശരിക്കും ഒരു പ്രകൃതി ദുരന്തം തന്നെയാണ്. എന്നാലും ചില സമയങ്ങളിൽ ഇതൊരു മനുഷ്യനിർമ്മിതമായി ഉണ്ടാവാറുണ്ട്. ഈ വർഷം ഇതുവരെ 24 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ബുഷ് ഫയറുമായി ബന്ധപ്പെട്ടിട്ട്. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ ഓസ്ട്രേലിയൻ ബുഷ് ഫയറിന് വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ രീതിയിലും ചെയ്യുന്നുണ്ട്. വളണ്ടിയറിങ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ KMCCയും ഭാഗമാവുകയാണ്. അപ്പോൾ ഞങ്ങൾ മെൽബണിൽ നിന്നും 4-4.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് വിക്ടോറിയയിലെ ഗിപ്സ്ലാൻഡ് ഏരിയയിലെ ബെയിൻസ്ഡെയിൽ എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെയുള്ള ഒരു അബോർജിനൽ ഓർഗനൈസേഷനാണ് ഞങ്ങൾ സാധനങ്ങളെല്ലാം കൊടുക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ വാൻഡുള്ളിലെ? അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. ബുഷ് ഫയർ വിക്ടിംസിനുള്ള ഡൊണേഷൻ. അപ്പോൾ നമ്മൾ കൊണ്ടുകൊടുക്കാൻ പോവാണ്. നമ്മളെ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്. അപ്പോൾ ശരി എന്നാൽ അനസോന്റെ പരിപാടി തുടങ്ങിക്കണ്. പിന്നെതാണ് സാധനങ്ങൾ കേട്ടോ. എല്ലാം എന്തുള്ള ഏകദേശം ദിവസം സാധനങ്ങളുണ്ട്. ബാക്ക് ഫുൾ ലോഡാണ്. ഓരോരുത്തരുണ്ട്. ബുഷ് ഫയർ സംഭവിച്ച ഏരിയകളിലൂടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇത് കണ്ടോ, ഈ കറുപ്പ് കളർ കണ്ടോ, ഇതൊക്കെ കത്തിയതായിരുന്നു. ഇതെല്ലാം കത്തിയതായിരുന്നു. ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. എല്ലായിടത്തും നമുക്ക് പോകാൻ പറ്റില്ല, പക്ഷേ ചില ഏരിയകൾക്ക് പോകാം. ഇപ്പോഴും ആ കരിഞ്ഞ സ്മെല്ലുണ്ട്. ഈ പുഴയിലുള്ള മീനുകളൊക്കെ ഒരുപാട് ചത്തു. കാരണം ഈ പുക വന്നിട്ടും അതിനുള്ള തീ കത്തിയതിൻ്റെ ഫലമായിട്ട് അതൊക്കെ കത്തിയ ഏരിയകളാണ്. ഇതൊക്കെ കത്തിയ ഏരിയകളാണ്. നല്ല സ്മെല്ലുണ്ട്, ഇപ്പോഴും നല്ല സ്മെല്ലുണ്ട്, കരിഞ്ഞ സ്മെല്ല്. എൻ്റെ വീടുകളൊക്കെ കത്തിയിട്ടുണ്ടോ? ഓ മൈ ഗോഡ്, എന്തൊരു സ്മെല്ലാന്നറിയോ ഇവിടെയൊക്കെ. ബുഷ് ഫയർ എല്ലാം തീർന്നു. എന്നാലും ഇപ്പോഴും ആ സ്മെല്ല് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു ലോങ് ജേർണിക്ക് ശേഷം ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ബെയിൻസ്ഡെയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബെയിൻസ്ഡെയിൽ അബോർജിനൽസിൻ്റെ ഒരു ഓഫീസാണ്. ഇവിടെയാണ് ഞങ്ങളിത് ഡെലിവറി ചെയ്യാൻ പോണേ. നമ്മൾ കളക്ട് ചെയ്ത ഡൊണേഷൻസൊക്കെ. ഒരുപാട് ഡൊണേഷൻസ് ഒന്നും ഇല്ല, പക്ഷെ എന്നാലും നല്ല മനസ്സുള്ള ഒരുപാട് പേര് നമ്മൾ സഹായിച്ചു. മനീഷ് ഇവിടെ ഉള്ള ലോക്കൽ മലയാളിയാണ്. അപ്പോൾ മനീഷിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഡെലിവറി ചെയ്യാൻ പോണത്. മനീഷിനെ പോലുള്ള ആൾക്കാരും അതുപോലെ തന്നെ നമ്മൾ മെൽബണിലുള്ള നമ്മൾ
ഡൊണക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരോടൊക്കെ പ്രത്യേകം നന്ദിയുണ്ട്. Oh, okay. Yeah, no worries. So that's why we know that how badly affected he is. So yeah, we just our friends try to help something. Yeah. No worries. Appreciate all the support and help, guys. It's definitely a lot of this stuff too will make its way up to Orbos with Muji up there as well. So. And then when Can River opens up, we can get supplies up there as well. Oh, so that's great. Yeah, much appreciated. It really is. Thank So you. when did that happen? The distribution happening? We're waiting for the Can River couple of weeks for the highway to open up, and then we can get through. But as far as Muji, it'll be this week that we can offer some support there as well through the support of you guys. And, yeah, it's very much appreciated. Thank you. Okay, so we want to. We can, Yeah. Okay. Let's ready. What do you do? Special occasions you could take a release on stuff. One by one. Where did he want to store it? He told me to that room. കൂടുതൽ എഫക്ട് ചെയ്തത് ആരെയാ? ജനങ്ങളെ മനുഷ്യരും എന്തോ ശരി മറ്റേ മനുഷ്യർ ഒത്തിരി നാളായി അവിടെ താമസിക്കുന്നത്. 5 വർഷം. ഇവിടെ നമ്മുടെ നമ്മളിലായിരിക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ചാനലിലൊക്കെയാണ് കാണാൻ പറ്റുന്നത്. അതിനൊരു പരിമിതികളുണ്ട്. ഇവിടെ ആകുമ്പോൾ ഇതിനകത്ത് കൂടുതൽ പിക്ചർ നമുക്ക് കിട്ടുന്നത്, എക്സാക്ട് പിക്ചർ നമുക്ക് കാണാൻ പറ്റും. ആളുകളുമായിട്ട് തീർച്ചയായിട്ടും കണക്ട് ഒരു ചാൻസിലൂടെ നമ്മുടെ തന്നതായ സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ 19th ഉം 20th ആയിരുന്നു അതുകൊണ്ട്. പക്ഷേ കഴിഞ്ഞ ആഴ്ച So yeah, there's a lot of areas affected. So I suppose more the merrier. And then maybe don't go on. KMCC, yeah, KMCC is a charity organisation. Oh, okay. Yeah, we just driving outreach to Melbourne and looking for the people who especially they need help in here. Yeah. So tell us about a little bit about what's happening here. I mean, I know you Yes, no guys worries. explain much better than what we know. Of course, we know this from the channels also, but you guys are the real people to share and let the community know what's happening around this part of the world. Yeah, definitely. So I suppose that the fires that went through a couple of weeks ago greatly affected East Gippsland. Yeah. With sort of Bairnsdale area, Sarsfield was hit quite hard, including our Aboriginal community, people lost homes. Yeah. Orbos, Omeo, around the surrounding areas here hit really quite hard, cut off from relief from towns. So this is where the donations and support from community organisations like yourselves is greatly appreciated. Yeah. We can work with our partner Aboriginal organisations to get the support. Okay. So you're working for the Aboriginal community organisation? Yeah. Okay, I'm a quality and risk manager here. Yeah. Again, I apologise, I'm not dressed for the occasion. I got called in last minute. Cool. Yeah. But yeah, So when it comes to the SOP, the standard operating procedures, when it comes to that, how do you guys going to supply into the people they actually want? How do you guys define to the people they definitely. want it, they need it? Yeah. CEO Jamie Williamson's heavily involved in state and local government, and from there he's able to, as well as working with our partner Aboriginal organisations, find out what areas and what people within the communities are greatly affected, and where we can triage where we need to get the supplies to, including our local area in Bairnsdale. So it's also working with the relief centres, Red Cross, with that sort of. Great partnerships have been developed through this tragedy, and including with organisations like yourselves. Good to see you guys got a bit of good air qualities coming out these days. Yeah, definitely. So Last week, come back to the last few weeks. It was terrible, maybe. Yeah. Imagine, yeah, definitely. And I suppose the flow and effect, respiratory illnesses, a lot of the young people, elders, and vulnerables. When we
മെയിനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് വെള്ളമാണ്. വെള്ളം എന്ന് വെച്ചാൽ Oh, good. We got it just down in time, mate. Thank you for your time. So you are designation here? You are the port expert. I'm the quality risk manager. No, I think it's the soda water. I don't know if it's... Is it soda water? No, vodka in it? Aqua cool. Probably water. I think it's water. അപ്പോൾ ഇതാ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് വെള്ളമായിരുന്നു, കാരണം ഇവിടുത്തെ വാട്ടർ ഒന്നും ഡ്രിങ്കബിൾ അല്ല. ബാക്കി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് KMCCയുടെ ബുഷ് ഫയർ അപ്പീൽ. അപ്പോൾ ഈ ഒരു ചാരിറ്റി ഡ്രൈവ് സാധ്യമാക്കി തന്ന ഒരുപാട് പേരുണ്ട്. അതിൽ ആദ്യം തന്നെ നന്ദി പറയേണ്ടത് ഇതിന് ഡൊണേറ്റ് ചെയ്ത മലയാളി കമ്മ്യൂണിറ്റിനോടാണ്. അതുപോലെ തന്നെ വാൻ അറേഞ്ച് ചെയ്ത് തന്ന ഡ്രീംസ് മീഡിയയുടെ ജോസഫ്, അതുപോലെ ജിപ്സ്ലാൻഡിലുള്ള ഫാം നടത്തുന്ന മനീഷ്, അപ്പോൾ അബോറിജിനൽസ് ഓർഗനൈസേഷനിലുള്ള നിക്കോൾ, തോമസ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ KMCC മെമ്പേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്